ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംനാസ് നോട്ട്ബുക്ക്. അപ്പോൾ ഇന്ന് നമുക്കൊരു മൈസൂർ പാക്ക് ഉണ്ടാക്കിയാലോ? ബേക്കറിയിലൊക്കെ കാണുന്ന അതേപോലത്തെ മൈസൂർ പാക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് അരിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മളങ്ങനെ അരിച്ചില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കട്ട കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് അരിച്ച് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കാം. ഒരിക്കലും കടലമാവ് വറക്കാതെ നമ്മൾ ഇതുപോലെ മൈസൂർ പാക്ക് ഉണ്ടാക്കരുത് കേട്ടോ. എപ്പോഴും മൈസൂർ പാക്ക് ഉണ്ടാക്കുമ്പം കടലമാവ് ഒന്ന് വറുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോഴേ ആ മൈസൂർ പാക്കിൻ്റെ ശരിക്കും ആ ഒരു ടേസ്റ്റും ആ ഒരു തരിതരിപ്പും ഒക്കെ ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ അത്യാവശ്യം കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ലോ ഫ്ലെയിമിൽ നമ്മളൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഏത് ട്രേയിലാണോ മൈസൂർ പാക്ക് ഉണ്ടാക്കുന്നത് ആ ട്രേയിലേക്ക് കുറച്ച് നെയ്യ് തടവി വെക്കാം. നേരത്തെ തന്നെ ഇങ്ങനെ നെയ്യ് തടവി വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഞാൻ നെയ്യ് തടവി ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഷുഗർ സൊല്യൂഷൻ തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അതായത് ഈ പഞ്ചസാര ഈ വെള്ളത്തിൽ മെൽറ്റായിട്ട് നല്ലൊരു ഷുഗർ സിറപ്പ് നമുക്ക് കിട്ടണം. എപ്പോഴും ഈ ഷുഗർ സൊല്യൂഷൻ്റെ ആ അളവെന്ന് വെച്ചാൽ എത്ര കപ്പാണോ നമ്മൾ പഞ്ചസാര എടുക്കുന്നത് അതിൻ്റെ പകുതി മതിയാവും വെള്ളം. അപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ച് വരുമ്പം 1 നൂൽ പരുവാണ് നമുക്ക് വേണ്ടത്. അതായത് ഈ സൊല്യൂഷൻ എടുത്തിട്ട് നമ്മുടെ 2 വിരലിൽ വെക്കുമ്പോൾ ആ വിരലിൻ്റെ ഇടയിൽ ഒരു സ്ട്രിങ് പോലെ ഒരു നൂല് പോലെ വരണം. അപ്പോൾ ആ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കിയ നെയ്യാണ്. എൻ്റെ കയ്യിലിരുന്ന് അല്പം കട്ടയായിരുന്നു. അപ്പം ഞാനൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തു. ഇനി നമുക്കിതിലേക്ക് കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഫുഡ് കളറാണ് വേണ്ടതെന്നുള്ളവർ മഞ്ഞ കളറിലെ ഫുഡ് കളർ ചേർത്താലും മതി. എന്നാലും ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തന്നേ ഉള്ളൂ, കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതല്ലേ. നമുക്കിതുപോലെ വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു പരുവമൊക്കെ ആവുമ്പം ഒരു 1/2 ടേബിൾ സ്പൂണോളം ഏലക്ക പൊടിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏലക്ക പഞ്ചസാരയുമായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തതാണ്. അപ്പം ഞാൻ ആ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ ഏലക്കയൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സായി വന്ന് കഴിയുമ്പോൾ നമ്മൾ വറുത്തെടുത്ത് മാറ്റി വെച്ച കടലമാവുണ്ടല്ലോ, അതിനി നമുക്കിതിലേക്ക് ചേർക്കണം. ഈ ഒരു പരുവാകുമ്പോൾ ഇങ്ങനെ കണ്ടില്ലേ ഒന്ന് പതഞ്ഞ് വന്ന ഈ ഒരു പരുവം, ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ആ മാവ് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ എല്ലാം കൂടി ഒറ്റയടിക്ക് അങ്ങ് ചേർക്കരുത്. കുറച്ച് മാവ് വീതം ചേർത്ത് മിക്സ് ചെയ്ത് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ആദ്യം കുറച്ച് മാവ് ഞാൻ ചേർത്തിട്ട് ഇതേ മിക്സ് ചെയ്തു. ഇനി ബാക്കി മാവും കൂടെ വറുത്തെടുത്ത കടലമാവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്തെടുക്കണം. അതായത് ഈ മാവ് നന്നായിട്ട് ഇതിലങ്ങ് പിടിച്ചിട്ട് ഒരു പിടിച്ച ഒരു പരുവുണ്ടല്ലോ ആ പരുവത്തിലാവണം. അപ്പം ഒന്നും പേടിക്കണ്ട, ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഏതാണ്ട് ഒരു 5 മിനിറ്റ്, അതാണ് നമ്മുടെ കണക്ക്. ഞാൻ അത് ഒരുപാടിട്ടങ്ങ് ചെയ്തപ്പോൾ അത് ശരിയായിട്ട് വന്നില്ല. 5 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മൈസൂർ പാക്ക്. കണ്ടില്ലേ, അത് ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ട്രേയിൽ നെയ്യൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ട്രേ അതിലേക്ക് നമുക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഏതാണ്ട് പരുവായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന ഈ ട്രേയിലേക്ക് നമ്മുടെ ആ മിക്സ്ചർ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഇതേ മിക്സ്ചർ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാറ്റിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് അമർത്തി കൊടുക്കാം. ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിലും ഒന്ന് അമർത്തി കൊടുക്കാം. ഏതാണ്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ഇപ്പോഴേ വെക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഷേപ്പിൽ ഞാനൊന്ന് കട്ട് ചെയ്യുവാണ്. ഇങ്ങനെ നീളത്തിലും കട്ട് ചെയ്തു. പിന്നെ നമുക്ക് ചെരിച്ചും കൂടി ഒന്ന് കട്ട് ചെയ്യാം. അങ്ങനെ അത്യാവശ്യം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട ഇപ്പം തന്നെ ഒരല്പം കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തു. അങ്ങനെ നമ്മുടെ പെട്ടെന്നുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബേക്കറിയിലൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൈസൂർ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല മധുരമായിട്ടോ കഴിക്കാൻ, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ സോഫ്റ്റാണ്, അധികം കട്ടിയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ സിംനാസ് നോട്ട്ബുക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്കാരം.